ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പടം ഡൊമിനിക് ഇന്ന് റിലീസായിരിക്കുകയാണ്. പ്രേക്ഷകർ അടിച്ച് കയറുകയാണ് എന്നാണ് പ്രേക്ഷക പ്രതികരണം. തീർച്ചയായിട്ടും യൂത്തിനെ ഒന്നടങ്കം ആവേശം കൊള്ളിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ക്രൈം ത്രില്ലർ ആയിട്ടാണ് പടം ഇറക്കിയിരിക്കുന്നത്. ഗൗതം മേനോന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിലും ഉപരി ഓരോ സെക്കൻഡിലും ഓരോ സസ്പെൻസ് ത്രില്ലർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പടം തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഈ പടം കാണുന്നത്. ഞാനാണെങ്കിൽ കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഒരു കുറേ നാളിന് ശേഷം മമ്മൂക്കയുടെ ഒരു ത്രില്ലർ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിൽ നമ്മളിങ്ങനെ അടുത്തെന്ത് ആരായിരിക്കും എന്നുള്ളൊരു ഇത് പിടിച്ചെടുത്തിക്കൊണ്ട് തന്നെ എനിക്കൊന്ന് ഗൗതം വാസുദേവൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇങ്ങനെ ഫുൾ ടൈം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യുന്ന ഗംഭീര പടം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതാണ്. കാരണം ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറമാണ് ക്ലൈമാക്സ്. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഇതായിരിക്കും. പക്ഷേ നമ്മളെ ലാസ്റ്റ് മിനിറ്റിൽ ക്ലൈമാക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു ക്ലൈമാക്സ്. വളരെ കണ്ടോണ്ടിരിക്കുക. സസ്പെൻസ് കൊള്ളാം, ഏറ്റവും ലാസ്റ്റ് സസ്പെൻസ് കൊള്ളാം. പിന്നെ ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആക്കിയിരുന്നെങ്കിൽ ഇതിൽ മാസമായേനെ പടം. ഇത് പരീക്ഷണ ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊരു ഹിറ്റ് തന്നെയായിരിക്കും. അതിനുള്ള സാധനം ഇതിലുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ സസ്പെൻസ് കൊള്ളാം. സസ്പെൻസ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ടൈനെ കൂടെ പാക്ക് ചെയ്തിരിക്കുക. മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്. ഡ്രസ്സിംഗ് സെൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ പ്രായത്തിലും പുള്ളി അടിപൊളിയായിട്ട് ലുക്ക് ആകുന്നുണ്ട്. നല്ല സൂപ്പർ സംഭവമാണ്. അടിപൊളി പടം. കണ്ട് വൺ ടൈം വാച്ച് അല്ല, നല്ല ഒന്നുകൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ആ BGM കാര്യങ്ങളൊക്കെ, ക്യാമറ വർക്കും ആംഗിൾസും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്. ഈ ഒരു പ്രായത്തിലും പുള്ളി എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു സംഭവമുണ്ട്. സസ്പെൻസാ പടത്തിന്. മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ വിജയങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു സസ്പെൻസ് രീതിയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. ഗംഭീര സസ്പെൻസാ പടം. ഒരു രസമില്ല, അടിപൊളി. അതൊരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. മമ്മൂക്ക വേറെ ലെവലല്ലേ, പ്രത്യേകിച്ച് പറയാനുണ്ടോ. ഉഗ്രനാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. എനിക്ക് ലാഗം തോന്നിയില്ല. എൻ്റെ അപ്പുറം പറയാൻ സാധ്യത എനിക്കില്ലേ. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല എൻട്രി. ഇത് വെറുതെ വൈറലാകുന്ന പരിപാടിയാണ്. അറ്റൻഷൻ സീക്കർ, പബ്ലിസിറ്റി അടുത്ത അണ്ണനാമൽ ബ്രാൻഡാണ്. ഇനി മോഡൽ ഫാനോ അറിയില്ല. പടം ഉഗ്രനാണ്. ഇപ്പോഴത്തെ ഓഡിയൻസിന് പറ്റിയ മൂവിയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറ്റിയ പടമാണ്. നമുക്ക് ഓഡിയൻസിനെ മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാം കൊണ്ടും പടം 100 കോടി ക്രോസ് ചെയ്യും. നല്ലൊരു ഫിലിമാണ്. കോമഡി നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ ഉണ്ട്. പിന്നെ ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല എന്റർടൈൻ. ഇപ്പോഴത്തെ യൂത്തിനെ ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ ഓഡിയൻസിന് പറ്റിയ ഫിലിമാണ്. ആരായിട്ട് മമ്മൂക്കയിൽ പഠിക്കേണ്ട കാര്യമാണ്. ഇത് വെറുതെ വൈറലാവേണ്ട പരിപാടിയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ. എൻ്റെ അഭിപ്രായം പറയാൻ അയാൾ സമ്മതിക്കുന്നില്ല. എനിക്ക് ലാഗ് ഉള്ളതായിട്ട് തോന്നിയില്ല. അയാൾ ഒന്നെങ്കിൽ പബ്ലിസിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മോഡൽ ഫാനോ ആയിരിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് എൻ്റെ മൗലികാവകാശമാണ്. എൻ്റെ പടം ഉഗ്രം പടമാണ്, ഒരു സംശയമില്ല. എനിക്കങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. നല്ലൊരു എന്റർടൈനർ ആയിട്ട് തോന്നി. മമ്മൂക്കൊക്കെ കസറിയില്ലേ, ആറാടുകയല്ലേ. കാരണം മമ്മൂക്കൻ്റെ ടർബോന് ശേഷം നല്ല രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും മാസ് എലമെന്റ്സ് ആണെങ്കിലും ഒരു ഡൊമിനിക് എന്ന ക്യാരക്ടർ രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയാണ്. കാരണം ഒരു കുറ്റാന്വേഷണ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ചേരുവകളുണ്ട്. അടിപൊളി പറയാനുണ്ടോ? ഗൗതം വാസുദേവൻ സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ. പിന്നെ അഭിനയിച്ചൊക്കെ നമ്മുടെ അമ്മാവനല്ലേ, സൂപ്പറായി. അപ്പോൾ നല്ല സ്ക്രിപ്റ്റാണ്, നല്ല പടമാണ്. എല്ലാവരും കാണുക. അതുപോലെ നാളെ എൻ്റെ മൂവി റിലീസാണ്. ഒരു ഡിറ്റക്റ്റീവ് പടം കാണാനുള്ള മൂഡിലാണോ നിങ്ങൾ? തീർച്ചയായിട്ടും അത്തരം പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും ഇത്. ഗൗതം വാസുദേവന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഉപരി ഒരുപാട് സീനുകൾ, ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ച ഒരു ചിത്രം. നമ്മൾ തൊട്ടടുത്ത സീൻ എന്താണെന്ന് വരെ മനസ്സിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു പടം. ഏതായാലും ഫാമിലിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും യൂത്തിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേരുവകൾ ഒത്തിണക്കിയ ഒരു പടം തന്നെയാണ് ഇത്. ഒരു മമ്മൂട്ടി പ്രേക്ഷകൻ എന്നതിലുപരി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പ്രേക്ഷക പ്രതികരണത്തിലേക്ക്. മോഹൻലാൽ ഫാൻസിലെ ആൾക്കാർ വരെ പറയുന്നു തീർച്ചയായിട്ടും മമ്മൂട്ടി സെലക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അടുത്ത പടങ്ങൾ എല്ലാം തന്നെ
ഒരു ഹിറ്റായി വരുന്നതാണ് തീർച്ചയായിട്ടും കണ്ടിരുന്നത്. അതുപോലെ ഗൗതം വാസുദേവനും ഈ പടം സംവിധാനം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും മലയാള പ്രേക്ഷകർക്ക് ഗൗതം വാസുദേവൻ നൽകിയ ഒരുപാട് നല്ല ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യമായ ഒരു പടം തന്നെയാണ് ഇത്. മമ്മൂട്ടിയുടെ വേഷപ്പകർച്ചയെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഒന്നും പറയേണ്ടതായിട്ടില്ല. മമ്മൂട്ടി ഓരോ വർഷം കഴിയുന്തോറും പഴയ വീഞ്ഞിൻ്റെ വീര്യം കൂടുന്നത് പോലെ മമ്മൂട്ടിയുടെ വീര്യം കൂടി വരുന്നതായിട്ടാണ് നമുക്ക് ഈ പടം കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും തോന്നുന്നത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഹിറ്റുകൾ അടിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു റിവ്യൂമായി വരുന്നവരെ നന്ദി, നമസ്കാരം.